ഇത് ചക്ക വെട്ടി അരിഞ്ഞ് ഫ്രീസറിൽ കഴിഞ്ഞ് വെച്ചിരുന്ന ഇതൊന്ന് വേവിക്കാൻ പോവുക. ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് ഐസ് മാറ്റിയിട്ട് തേങ്ങ, മുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾ ഇതൊക്കെ അരിച്ച് ഒതുക്കിയിട്ട് ചക്ക വേവിക്കുന്നു. വേവിക്കാനുള്ള ചക്ക ജീവിതത്തിലേക്കാക്കി ഇതിനകത്ത് കൊള്ളത്തിൽ ഇളക്കാൻ പറ്റുന്ന വലിയ ചെരുവത്തിലേക്ക് ഒരു മഗ് വെള്ളം ഒഴിച്ചിട്ട് ചക്ക അടുപ്പത്ത് വെക്കുന്നത് വേവാനായിട്ട്. അതിന് ഉപ്പ് ഈ തേങ്ങയ്ക്ക് വെച്ചിട്ടിട്ടിട്ട് ഒതുക്കിയെടുക്കാം. ചക്ക മൂടി വേവാനായിട്ട് അടുപ്പത്ത് വെച്ചു. ഉള്ള അരപ്പും കുറച്ച് വെള്ളവും റെഡിയായിട്ടുണ്ട്. ചക്കക്കുരുവും മാങ്ങയുടെ ചാറ് വെക്കാനായിട്ട് വെന്ത ചക്കക്കുരുവും ഒന്നുകൂടെ അടുപ്പത്ത് വെച്ച് ഉടയ്ക്കാൻ വയ്ക്കണം. ചക്കക്കുരു മാങ്ങാക്കറി വെക്കാനുള്ള മാങ്ങ അരിഞ്ഞ് വെച്ചു. ചക്കക്കുരു തിളച്ച് കഴിയുമ്പോൾ മാങ്ങ ചേർത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാം. ചക്കക്കുരു തിളച്ച് ആഴി വന്നു. ഇതിലേക്ക് മാങ്ങയൊക്കെ ഇട്ട് വേവിക്കണം. മാങ്ങ ഇട്ടു, മഞ്ഞളിട്ട്, ഉപ്പിട്ടു. ഇനി കുക്കർ വീട്ടിൽ വെച്ച് മൂടി വെച്ച് വേവിക്കണം. കുക്കറിലേക്ക് ആഴി വന്നു. വീട്ടിൽ വെച്ച് ഒരു വിസിലടിക്കുമ്പോൾ ഓഫാക്കിയിട്ട് ചൂടാറിയിട്ടിടാം. ചക്ക അടുപ്പത്ത് വെച്ച് ആഴി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് വെള്ളം പറ്റിയെങ്കിൽ മുളകിട്ട് ആവിയില്ല. ഒഴിച്ച് വെള്ളം പറ്റി ഇനി അരപ്പം വെള്ളം ഇട്ടിട്ട് ചെറുതീയിൽ വേവിച്ചു. കുറച്ചിട്ടു, അരപ്പിട്ടു. വെള്ളം ഒഴിച്ചു. ഇനി മൂടി വെച്ച് ചെറുതീയിൽ ആവി വെച്ച് വേവിച്ചു. ഇത് വിസിലടിച്ചു. അതുകൊണ്ട് തീ കിടത്തി ഇത് ചൂടാകുമ്പോൾ അരച്ചിട്ട് ചേർക്കാം. അരപ്പിട്ട് കഴിഞ്ഞിട്ട് ചക്കയുടെ മുകളിൽ ആവി വന്നു. ചക്കയ്ക്ക് ആവി വന്നു. വെള്ളം പറ്റി അരപ്പിളക്കി ചേർക്കും. വേവിച്ചത് റെഡി. ചക്കക്കുരു മാങ്ങ കറിക്കാൻ കുറച്ച് തേങ്ങ, മുളക്, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ എന്നിട്ട് അരച്ചെടുക്കുന്നു. കടുക് വറുത്തിടാനായിട്ട് ഉള്ളി, കറിവേപ്പില ഇതൊക്കെ. കുറച്ച് എരിമീൻ ഇത് കറി വെക്കാൻ കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലൊക്കെ അരിഞ്ഞു വെച്ചു. ഇത് ചെമ്മീൻ ഇത് വറക്കാൻ വെച്ചേക്കുന്നു. ചക്കക്കുരു മാങ്ങയ്ക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡി. ചക്കക്കുരു മാങ്ങ ഒന്ന് ഉടച്ചെടുക്കുന്നു. ചാറാക്കാനായിട്ട് ഉടച്ചെടുക്കുന്നു. ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കുന്നു. തിളപ്പിച്ച് കഴിയുമ്പോൾ കടുക് വറുത്തിടുന്നു. ഉടച്ചു. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് വെള്ളവും ചേർത്ത് തിളയ്ക്കാൻ വെക്കുന്നു. കറി തിളച്ചു. കടുക് വറുത്തിടാം. ഇത്രയും കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ചു. ഇനി ഉള്ളി, കറിവേപ്പില, ഉള്ളി ഇതൊക്കെ വറുത്തിട്ട് കറിയിൽ ചേർക്കുന്നു. ഉള്ളി വറുത്തിട്ട് ചക്കക്കുരു കറി ചോറിന് കൂട്ടുള്ള കറി, റൈസ് കറി. കറി വെക്കാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവ ഇട്ടു. ഉള്ളി ഇട്ടു. ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നു. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചു. ഇത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ കുറച്ച് അരപ്പ് ചേർത്തിട്ട് മീനിട്ട് തിളപ്പിക്കാം. കുറച്ച് കാശ്മീരിയും കുറച്ച് എരിവുള്ള ചില്ലി പൗഡർ ചേർത്തു. ഇനി കുറച്ച് മുളക് അരച്ച് ചേർക്കണം. അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ മീനിട്ട് തിളപ്പിക്കാം.